Hey guys, welcome back to my channel Doodles and Dishes. അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് ഉണ്ടാക്കാൻ പോണേ? നാടൻ മീൻ കറി. എനിക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഒരു സവോള, വെളുത്തുള്ളി, ജിഞ്ചർ, പിന്നെ തക്കാളി ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം റഫ്ലി. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ എടുക്കാം. ഞാനിവിടെ മത്തിയാണ് എടുത്തേക്കുന്നത്. എനിക്ക് മത്തിന്ന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഒരു പാത്രത്തിലോട്ട് കുറച്ച് എണ്ണ ഒഴിക്കുന്നു. ഞാനിവിടെ കുക്കറാണ് എടുത്തേക്കുന്നത്. എന്താണെന്ന് എൻ്റെ കയ്യിൽ വേറെ വലിയ പാത്രം ഇല്ലായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ചട്ടിയോ കടായിയോ പാനോ എന്ത് വേണം എടുക്കാം. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും കറിവേപ്പില ഇടുക. എന്നിട്ട് നമ്മൾ മുറിച്ച് വെച്ച് സവാളയും ചെറിയ ഉള്ളി ഇടാം. നിങ്ങളുടെ ഈ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ സവാള ഇടേണ്ട ആവശ്യമില്ല. ഷാലറ്റ്സ് തന്നെ ഭയങ്കര ടേസ്റ്റാണ്. അതിലോട്ട് ജിഞ്ചറും ഗാർലിക്കും ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് കായപ്പൊടി ഇടാം. പിന്നെ അതിലോട്ട് എല്ലാ മസാലകളും ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ജീരകം പൊടി, ഗരം മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ റെഡ് ചില്ലി പൗഡർ, ഇതെല്ലാം കൂടി ഇട്ടൊന്ന് നല്ലോണം വഴറ്റി കൊടുക്കാം. എന്നിട്ട് കളറിന് വേണ്ടി നമ്മൾ കുറച്ച് കശ്മീരി ചില്ലി പൗഡർ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്, ആ ഒരു ചുമന്ന കളർ കിട്ടാൻ വേണ്ടി. ഇതൊന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞ് അതിലോട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച് തക്കാളിയും കൂടെ ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മൾ ഇത് പേസ്റ്റാണ് ഉണ്ടാക്കാൻ പോണേ. അപ്പം ഭയങ്കരമായിട്ട് ഫൈൻ ചോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, റഫ്ലി ചോപ്പ് ചെയ്താൽ മതി ഇതെല്ലാം. ഇനി ഇത് നമ്മൾ ഗ്രൈൻഡറിലോട്ടിട്ട് ഒന്ന് നല്ല ഫൈനായിട്ട് പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് ആ പാത്രത്തിലോട്ട് തന്നെ കുറച്ച് കടുകും കറിവേപ്പിലയും എണ്ണയ്ക്കകത്തിട്ട് വഴറ്റിയെടുക്കണം. എന്നിട്ട് നമ്മൾ പേസ്റ്റ് ആക്കി വെച്ചത് ഇതിലോട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. അതിലോട്ട് കുറച്ച് പുളിവെള്ളം ചേർക്കണം. നിങ്ങളുടെ വീട്ടിൽ കുടംപുളി ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. എൻ്റെ കയ്യിൽ കുടംപുളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ നോർമൽ സാമ്പാറിനകത്തിടുന്ന പുളിയാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ മുറിച്ച് വെച്ച മീൻ അതിലോട്ട് ആഡ് ചെയ്യാം. ഇത് ഒരു 10-12 മിനിറ്റ് തിളയ്ക്കാൻ കൊടുക്കണം. മീൻ നമ്മുടെ വെന്ത് കഴിയുമ്പോൾ നമ്മുടെ മീൻ കറി റെഡിയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല രുചിയാണ്. ചിലവരിത് പൊറോട്ടയുടെ കൂടെയും കഴിക്കുന്നു. ഞാൻ കേട്ടിട്ടുണ്ട് ചില നാട്ടിലൊക്കെ പൊറോട്ടയുടെ കൂടെ നല്ല കോമ്പിനേഷൻ ആണെന്ന് മീൻ കറി. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയുക, നിങ്ങൾക്ക് എന്തിൻ്റെ കൂടെയാണ് മീൻ കറി ഇഷ്ടം? ചോറിൻ്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ അതോ വേറെ വല്ല പ്രത്യേക കോമ്പിനേഷൻ ഉണ്ടോ? ഞാനിനിയും കഴിക്കാൻ പോണു നല്ല ചൂട് മീൻ കറിയും ചോറും, അതിൻ്റെ കൂടെ വറുത്ത മീനും ബീട്രൂട്ട് തോരനും ഉണ്ട്, പപ്പടവും ഉണ്ട്. നിങ്ങളിത് ട്രൈ ചെയ്ത് പറയുക ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം വേറൊരു റെസിപ്പി ആയിട്ട്. അപ്പോഴത്തേക്ക് ടാറ്റാ, ബൈ ബൈ.